മിഥുൻ അതിഥിയല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് അതിഥികൾ എന്ന് പറയേണ്ടി വരും. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന മിഥുൻ വന്നു, മനോജ് കെ ജയൻ വന്നു, സുരാജ് വന്നു, ബോച്ചെ വന്നു, ജയരാജ് വാര്യർ വന്നു, അങ്ങനെ നിരവധി പേർ. പൃഥ്വിരാജ് ആണല്ലോ ഒരു മാസ്റ്റർ പീസ്. നമുക്ക് ഇന്ദ്രജിത്തിനെ കൂടെ ഒന്ന് ശ്രമിച്ചാലോ? തീർച്ചയായും രണ്ടുപേരെ കൂടി രണ്ടുപേരുടെയും വോയിസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പലരും കേൾക്കുമ്പോൾ ഒരു സിമിലാരിറ്റി ഒക്കെ പെട്ടെന്ന് തന്നെ ഞാൻ മാറി ഒന്ന് കാണിക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ പല സിനിമകൾ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഏത് സിനിമയാണ് നമ്മൾ മലയാളികൾക്ക് കൃത്യമായി നൽകേണ്ടത് എന്നുള്ളൊരു വലിയൊരു ചിന്ത മനസ്സിലുള്ളപ്പോഴാണ് ഈ സിനിമകളിലേക്കൊക്കെ ഒരു വലിയൊരു തിരച്ചിൽ അല്ലെങ്കിൽ ഒരു സെലക്റ്റീവായി നമുക്ക് നിൽക്കാൻ സാധിക്കും. ഈ പൃഥ്വിരാജ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇന്ദ്രജിത്താണ്. പല കാര്യങ്ങളും ഈ പൃഥ്വിരാജ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ചില സമയത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് അത് എൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പൃഥ്വി പറഞ്ഞ പോലെ ഈ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും ഈ ഇലുമിനാറ്റിയെ കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ആക്ച്വലി പല കാര്യങ്ങളും എനിക്ക് പറയേണ്ട കാര്യങ്ങളില്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് പെട്ടെന്ന് ഈ അന്യൻ സിനിമയിൽ വിക്രം കാണിക്കുന്ന പോലെയൊക്കെ പെട്ടെന്ന് അത് പുതിയൊരു ട്രെൻഡ് കൂടിയാണ്. ഇപ്പൊ സ്പോട്ട് ഡബിങ് അല്ലെങ്കിൽ കുറെ 100-ലേറെ, ഇപ്പൊ 150-ഓളം താരങ്ങളെ മിഥുൻ അവതരിപ്പിക്കും. അപ്പോൾ ഒരു വലിയ സ്ക്രീനിൽ ഇങ്ങനെ 10-15 സെക്കൻഡ് കഴിയുമ്പോൾ താരങ്ങളുടെ ചിത്രം മാറി മാറി വരുന്നു. അത് ആ പ്രേക്ഷകർക്ക് മുന്നിൽ നിന്ന് ലൈവായി അവതരിപ്പിക്കുന്നു. എങ്ങനെ സാധ്യമാകുന്നു ഈ ചേഞ്ച്? അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മാറാൻ പറ്റുന്നത്? തീർച്ചയായും ഇത് ഞാൻ മിമിക്രി എന്ന് പറയുന്ന ഈ ഒരു കല ഏകദേശം ഒരു 5ാം ക്ലാസ് മുതലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5th സ്റ്റാൻഡേർഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വർഷമായി ഈ പൃഥ്വിരാജൊക്കെ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പൃഥ്വിരാജിനെ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 8th പഠിക്കുന്ന സമയത്ത്. പിന്നെ പഠിപ്പിച്ചു തന്നൊക്കെ ചേട്ടനാണ്, എൻ്റെ മൂത്ത ചേട്ടനാണ്. അദ്ദേഹമാണ് മിമിക്രി എന്ന കല ആദ്യം നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ട് കൊണ്ടു നടന്നിരുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹത്തിനും കൂടെ ഓർക്കുന്നു ഈ ഒരു നിമിഷത്തിൽ. ശരി, ജയരാജ് ജയരാജല്ല മിഥുൻ അല്ല, ജയരാജ് ജൂനിയർ എന്ന് പറയാൻ ഇടപെട്ട ആകെ ഞാനോർത്തു നമ്മുടെ മുന്നിലിരിക്കുന്നത് പൃഥ്വിരാജാണോ ഇന്ദ്രജിത്താണോ സുരാജാണോ മാറിപ്പോവാണല്ലോ. ശരി, ഞാന് മിഥുന്റെ അനുകരണങ്ങൾ കേട്ടതിൽ പൊട്ടിച്ചിരിച്ചു പോയ 2 പേരുണ്ട്. ഒന്ന് ജാഫർ ഇടുക്കിയും വിനയ് ഫോർട്ടും. അങ്ങ് ഉൾക്കൊണ്ട് പറയുകയാണ്. അതാരായിരുന്നു? പ്രേക്ഷകരെ കൂടി ഒന്ന് കേൾപ്പിക്കണം. തീർച്ചയായിട്ടും ചെയ്യാം. ജാഫർക്കയുടെ ശബ്ദം ഒന്ന് ചെയ്യാം ആദ്യം. ശരിക്കും എന്നെ കഴിഞ്ഞ ദിവസമാണ് ജനൻ ടി വിന്ന് വിളിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ കാരളത്തോട് പോരായിരുന്നു. ഇവിടെ വന്നിരുന്ന് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു സെൽഫി ഒക്കെ എടുത്ത് ഇക്കാക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവർക്കും പോരാടത്തിന് ആശംസകൾ തരുന്നു. എല്ലാവർക്കും നന്മ ഉള്ളൊരു ഓണം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. വിനയ് ഫോർട്ട് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ പറയുന്ന പോലെയല്ല. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ടാസ്ക്കാണ്. അത് സിനിമയിൽ അഭിനയിക്കുന്നവർക്കേ മനസ്സിലാവൂ. പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് സിനിമ സിമ്പിളാണ്. പക്ഷേ സിനിമയിൽ അഭിനയിക്കണം, ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം. അതൊക്കെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ സിനിമയെ കുറ്റം പറയുന്ന ആളുകൾക്ക് പറയാം എളുപ്പമാണ്. പക്ഷേ സിനിമ വലിയൊരു ഗ്രൂപ്പാണ്. അത് വലിയൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. താങ്ക് യു. സ്ക്രിപ്റ്റ് ഒരുക്കുമ്പോൾ, അതായത് ഇവരെ ഈ ശബ്ദം ഇങ്ങനെ അനുകരിക്കുമല്ലോ, ഇവരൊക്കെ വളരെ സജീവമായി ക്യാമറയ്ക്ക് മുന്നിൽ വരികയും പല കാര്യങ്ങളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവരും കൂടിയാണ്. അപ്പോൾ അവരുടെ ശബ്ദം അനുകരിക്കുമ്പോൾ അവരുടെ പേര് ചീത്തയാക്കാതെ നോക്കണം, ആ ശബ്ദം മോശമാകാതെ നോക്കണം. കേട്ടിരിക്കുന്ന ആളുകളെ നർമ്മത്തിലൂടെ ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതും നല്ല കാര്യം. അപ്പൊ ഇതെല്ലാം ഓർത്ത് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ട്?
തീർച്ചയായും. അല്ല, ഞാൻ പറഞ്ഞ എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇവരുടെ എല്ലാം ശബ്ദം നമ്മുടെ തൊണ്ടയിലുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോഴെന്താണോ തോന്നുന്നത് അതാണ് പറയുന്നത്. അത് സിനിമയിലെ ഡയലോഗ് അല്ല കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പം ഞാനൊരു അസോസിയേഷൻ, ഒരു മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ മലയാളികളെ അവരുടെ കുറിച്ചായിരിക്കും സംസാരിക്കുക. അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാമ്പിൻ്റെ പ്രോഗ്രാമാണെങ്കിൽ അങ്ങനെ, ഉത്സവപ്പറമ്പാണെങ്കിൽ ആ ഉത്സവപ്പറമ്പിൽ അങ്ങനെയാണ് കൂടുതൽ പോകുന്നത്. സ്പോട്ടായി എന്ത് പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ ശബ്ദം വെച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് ഇന്നിവിടെ പറഞ്ഞ ശബ്ദങ്ങളും അല്ലെങ്കിൽ ഡയലോഗുകളൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല, അത് സ്പോട്ട്. ഒരുപാട് പ്രതികരണങ്ങൾ, അല്ല, ആവശ്യങ്ങൾ വരുന്നുണ്ട്. മല്ലിക സുകുമാരനെ പറ്റുമെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മല്ലിക സുകുമാരനും അല്ല, ഓണാശംസകൾ ശബ്ദം അനുകരിക്കാറുണ്ടോ? മല്ലിക സുകുമാരൻ എങ്ങനെ, സ്ത്രീകൾ വളരെ കുറവാണ്. കാരണം ഈ ഒരു വോയിസ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിന് കുറെ പരിമിതികളുണ്ട്. പക്ഷെ മല്ലികാമ്മയുടെ ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അവരുടെ ഫാമിലി ഫുള്ള് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മല്ലികാമ്മയെ മാറ്റി നിർത്താം. ഒരു കുടുംബം മുഴുവൻ ഇതിന്റെ കയ്യിലുണ്ട്. ഓക്കെ അപ്പൊ ഒന്ന് ശ്രമിക്കാം. ഓക്കെ. എന്റെ പൊന്നുമക്കളെ, ഒന്നും പറയാനില്ല. ഒരു നല്ലൊരു ഓണമായിട്ട് പൃഥ്വിരാജും ഇല്ല, ഇന്ദ്രജിത്തും ഇല്ല. എന്റെ സുഖുവേട്ടനുണ്ടായിരുന്നെങ്കിൽ ഒരു കുറവും വരത്തില്ലായിരുന്നു. ഒരുത്തരാണെങ്കിൽ ഓസ്ട്രേലിയയിൽ, ഒരുത്തരാണെങ്കിൽ ലണ്ടനിൽ. എമ്പുരാന്റെ ഷൂട്ടും പറഞ്ഞ് ഒരൊറ്റ പോക്കങ്ങ് പോയതാ ചെറുക്ക, പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഈ ലംബോർഗിനിയൊക്കെ വീട്ടിലുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഓടിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ജനം ടിവിയിലെ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മിഥുൻ, ഇതിന് മറുപടി എന്താ അറിയോ? സൂപ്പർ ജനം ടിവിയുടെ പൂരാടം. മിഥുന് എല്ലാവിധ ഓണാശംസകളും. പിന്നെ അതായത് ഇതിൽ പരം പ്രേക്ഷകർക്ക് മുന്നിൽ മിഴികൾ ചിമ്മാതെ കണ്ടിരിക്കാൻ തോന്നുന്നു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അതായത് ഒരു കലാകാരന് അഭിനന്ദനങ്ങൾ അറിയിക്കാതെ പറ്റില്ലല്ലോ. ഇതുപോലെ നിരവധി പേർക്ക് നിങ്ങൾ അവസരം കൊടുക്കുമെന്നാണ്. മിഥുന് ഒരുപാട് അവസരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ഓരോ തവണയും വന്നിരിക്കുമ്പോൾ എളിമയോടെ വിനയത്തോടെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ കഴിയുന്നതാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാവേണ്ടത്. അയാളുടെ ജീവിതത്തിൽ അയാൾ പാലിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മിഥുനുണ്ട്. എപ്പോൾ വിളിച്ചാലും ഫോണിന്റെ അങ്ങേയറ്റത്ത് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ വന്ന വഴി വറക്കാതെ പറയുന്ന, സംസാരിക്കുന്ന, അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് മിഥുൻ. മിഥുൻ, ഒരു ഓണപ്പാട്ടായാലോ നമുക്ക്? നമ്മൾ ഇത്രയും നേരം ഓരോരുത്തരുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കൊരു ഓണപ്പാട്ടാണ്. മിഥുന്റെ സ്വന്തം ശബ്ദത്തിൽ. അതെ, മിഥുന്റെ അതെങ്കിലും ഒന്ന് മിഥുന്റെ ശബ്ദത്തിൽ കേൾക്കാൻ കൊതിയാവുന്നു. തീർച്ചയായിട്ടും. ആദ്യം ജയേട്ടൻ പാടിയ പാട്ടാണ് പാടിയത്. അതിനി എൻ്റെ ശബ്ദത്തിൽ ഞാനൊന്ന് പാടാം. ഓണമാണല്ലോ വരുന്നത്. പാടിക്കോളൂ. നാഴിപ്പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായോ. നാഴിപ്പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായോ. നാവേറ് പാടണ കന്നി മൺകുടവും വീണയുമായി ഇന്നെന്തേ വന്നില്ല, പൊന്നോണം പോയല്ലോ. ഒരു നില മുഴുതതിൽ മുതിര വിതച്ചേ അതിലൊരു പകുതിയും ഒരു കിളി തിന്നേ പോയി. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളും നീ. ഓലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. മിഥുൻ, ഈ പഴയ പാട്ട് കേൾക്കുമ്പോൾ അത്രയും അതിൻ്റെ ഒരു ഡെപ്തിലേക്കൊക്കെ പോകുമ്പോൾ അല്ലേ, ഭയങ്കര സന്തോഷം. പക്ഷേ ഈ ശബ്ദാനുകരണ കലയിലേക്ക് വരുമ്പോൾ ഈ നടന്മാരൊക്കെ വലിയ ഡയലോഗുകൾ പറയുന്നു, അത് ഇങ്ങനെ ജനം ഏറ്റെടുക്കുന്നു. അപ്പോൾ അവരുടെ ശബ്ദം അങ്ങനെ ഉറച്ച് നമ്മളിലേക്ക് വരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ പുതിയ കാല സിനിമകളിൽ പടപടാന്ന് പറഞ്ഞു പോവുക, അല്ലെങ്കിൽ സിംഗ് സൗണ്ടിലൂടെയൊക്കെ അവർ അപ്പോഴത്തെ റിയാക്ഷൻസ് മാത്രം എടുത്ത് അങ്ങനെയുള്ള ഒരു സിനിമ രീതിയാണല്ലോ ഇപ്പോഴുള്ളത്.
ഇപ്പോഴുള്ള പുതിയ ആളുകളെ അങ്ങനെ അനുകരിക്കാൻ പറ്റിയവരെ അവരുടെ ശബ്ദത്തോടെ കിട്ടാറുണ്ടോ? അതെ അതെ അതെ. അതായത് ഡയലോഗ് പല പുതുമുഖങ്ങളുടെയും വോയിസ് അത്ര അങ്ങോട്ട് നമുക്ക് കൺവിൻസ് ആവാറില്ല പലപ്പോഴും. കാരണം ചിലപ്പോൾ ഇന്ന് പറയുന്ന ശബ്ദത്തിലല്ല നാളെ പറയുന്നത്, അത് ഓരോ ദിവസങ്ങളാണ്. പക്ഷെ പണ്ടത്തെ ആക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ആ ഒരു വോയിസ് എന്നും ആ ഒരു വോയിസാണ്. ആ ഡബ്ബിങ്ങിലൂടെ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പുതുമുഖങ്ങളിപ്പോൾ സിംഗ് സൗണ്ടൊക്കെ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നം നല്ല രീതിയിലുണ്ട്. എങ്കിലും പുതുമുഖ താരങ്ങളിലേക്ക് ഓൾമോസ്റ്റ് എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ കഴിയുന്നത് എനിക്ക് വളരെ രസകരമായിട്ട് ഇന്റർവ്യൂലൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോട്. അപ്പൊ പുള്ളിയുടെ ഒരു സ്റ്റൈല് ഒന്ന് പിടിക്കാം. അത് എന്നിപ്പോ ഞാൻ ഇവിടെ വന്നേ, എന്നെ ജനൻ ടി വി വിളിച്ചു, ഞാൻ ഇവിടെ വന്നു സംസാരിച്ചു. എന്താ ഈ മാവേലി എന്താന്ന് അറിയാതെ ഇവിടെ വന്നിരുന്ന് ഞാൻ വല്ല കഥയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവില്ല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം എന്ന് എനിക്ക് തോന്നി. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളോട് ചോദിക്കണത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പം എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്കും ഒന്നും മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. അത് ഞാനൊന്ന് പറഞ്ഞു കേട്ടോ. താങ്ക് യു. ശരി, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 150 ഏറെ പേരെ അനുകരിച്ചതിനാണോ? അത് വലിയൊരു അല്ലല്ല, ഇതൊരു ഗ്രൂപ്പ് ഇവന്റ് ആയിരുന്നു. അതിൻ്റെ പേരിലാണ് ഒരു ഗിന്നസ് സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മറ്റൊരു പ്രമുഖ ചാനലിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലായിരുന്നു. അതും കൂടെ ഒരുപാട് അംഗീകാരങ്ങൾക്കിടയിൽ അതും കൂടെ ലഭിച്ചു. ഗിന്നസിലും കൂടെ ഇടം നേടി എന്ന് പറയുന്നത് വലിയൊരു അഭിമാനം, വലിയ സന്തോഷം. ശരി, അപ്പോൾ വളരെ സന്തോഷം. ഇനിയിപ്പോൾ നമുക്ക് മിഥുൻ്റെ ഇഷ്ടത്തിന് വിടുന്നു. മിഥുന് പാടാം, വേണമെങ്കിൽ ഒരു വൺ മാൻ ഷോ തന്നെ ആകാം. മിഥുൻ അവസാനിപ്പിക്കാം, ചോദ്യമില്ല. തീർച്ചയായിട്ടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനും നമ്മുടെ മിനിസ്റ്ററൊക്കെ ആയ നമ്മുടെ സുരേഷ് ഗോപി സാറ് നമ്മുടെ ഈ ഒരു ലൈവിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സ്റ്റൈലൊന്ന് ശ്രമിക്കാം. ഈ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഓണത്തിനിങ്ങനെ പൂക്കളൊക്കെ പെറുക്കി അതൊക്കെ ഇങ്ങനെ ഇട്ട് ഓണസദ്യയിൽ ഇങ്ങനെ കാളനും അവിയലും സാമ്പാറും തോരനും ശർക്കര ഉപ്പേരിയും ഒക്കെ ഇട്ടിങ്ങനെ കുഴച്ച് അതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു രുചി, അത് വേറൊരു സദ്യക്കും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാലം വളരെ മാറിയിരിക്കുന്നു. എല്ലാം റെഡിമെയ്ഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് സദ്യ ഓർഡർ ചെയ്യുന്നു, ആരോ ഉണ്ടാക്കിയ സദ്യ വരുന്നു, അത് കഴിക്കുന്നു. ഫ്ലക്സിൽ പൂക്കളമിടുന്നു, മുറ്റത്ത് കൊണ്ട് വിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വലിയൊരു വേദനയാണ് തോന്നാറുള്ളത്. ഓണം ആഘോഷിക്കണം, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഫെസ്റ്റിവൽ വേറെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഇത് കേരളത്തിന് മാത്രം ലഭിച്ച ഒരു വരദാനമാണ്. അതുകൊണ്ട് ലോകത്തെവിടെയാണെങ്കിലും എല്ലാ മലയാളികളും കള്ളത്തരമില്ലാതെ ഓണം ആഘോഷിക്കുക. ഏവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഒരു വലിയ ഷോ എന്ന് തന്നെ പറയാം. അവിടെ ഒരിടത്ത് അടങ്ങിയിരുന്ന് ആണെങ്കിൽ പോലും പാട്ടുകളായി, അനുകരണമായി ഒരു വലിയ ഉത്സവ പ്രതീതിയായിരുന്നു മിഥുൻ. ഈ രാവിലെയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര സുഖകരമാണെന്ന് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ രാവിലെ മിഥുനെ സംബന്ധിച്ച് ഈ ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നന്ദി കൂടും പറയുമ്പോൾ. തിരക്കഥയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നു, അപ്പോൾ പറയുന്നു. ആ മല്ലിക സുമാനൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ വരികൾ വന്നത് എന്നോർക്കണം. അപ്പോ ജയരാജ് വാര്യരുടെ അനുഗ്രഹം അതേപടി ഉണ്ട് എന്ന് ഉറപ്പാണ്. ഇനിയുമേറെ ഉയരങ്ങൾ കീഴടക്കാൻ, പടവുകൾ കയറി മുകളിലേക്ക് പോകാൻ, അവിടെയൊക്കെ തിളങ്ങി നിൽക്കാൻ
മിഥുന് കഴിയട്ടെ എന്ന് ജനൻ TV ആശംസിക്കുന്നു. പ്രേക്ഷകരുടെ ആശംസ കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞിനോട്, പുതിയ അതിഥിയോടും വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുക. തീർച്ചയായും. ഓക്കെ, ഫാമിലിക്ക് മുഴുവനായി, സുഹൃത്തുക്കൾക്ക് ഒക്കെയും ഓണാശംസകൾ അറിയിക്കുക. സന്തോഷം. ഇനിയും കാണാം. കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം മിഥുനെ. ഓക്കെ, ബൈ. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായും ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാം വളരെ സന്തോഷവും സ്നേഹവും സമൃദ്ധിയൊക്കെയുള്ളൊരു വർഷമായി മാറട്ടെ ഇനി മുതൽ. താങ്ക് യു സോ മച്ച്.